ചെറിയ സാഹചര്യങ്ങൾക്കകത്ത് ഒതുങ്ങിക്കൂടുന്നതല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചില സ്ഥലത്തൊക്കെ പോകുമ്പോൾ മടുപ്പുണ്ടാകുന്നത്. ചില ആരാധനയ്ക്കും ചില പ്രാർത്ഥനയ്ക്കകത്തും പോയാൽ നിങ്ങൾ മടുത്തു പോകാനുള്ള ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയോ? ഒന്ന്, അവിടെ വ്യാപരിക്കുന്ന ദൈവ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. രണ്ട്, അനുഭവിക്കുന്ന സാന്നിധ്യത്തിലേക്ക് കയറി വരാൻ നിങ്ങൾക്ക് അനുവാദമില്ലാത്ത നിലവാരത്തിൽ ചില പൈശാചിക മേഖലകൾ നിങ്ങളെ കെട്ടിയിട്ടിരിക്കുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അതിനെ പൊട്ടിച്ച് നീ പുറത്തിറങ്ങിയാൽ ഒരു ദൈവശക്തി നിന്റെ മേൽ ചലിക്കുക. ഇന്ന് പകൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഒരു ദൈവശക്തി ചലിക്കാൻ തടസ്സമായി കിടക്കുന്ന വീടിന്റെ അന്തരീക്ഷങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം അഴിക്കുക. ഓ, ദൈവശക്തി ചലിക്കട്ടെ. പാസ്റ്ററെ, ഞാൻ താമസിക്കുന്ന സ്ഥലം വലിയ അമ്പലങ്ങളും ക്ഷേത്രങ്ങളും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. ജാതികളെ കൊണ്ട് മൂടിയ സ്ഥലങ്ങളാണ്. അവിടെ ഒന്നും എനിക്ക് പ്രാർത്ഥിച്ച് കയറാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, അവിടെയും പിടിച്ചു കയറാൻ ഒരു അഭിഷേകം നിന്റെ അകത്തുണ്ട്. അവിടെയും പിടിച്ചു കയറാനുള്ള ക്രിസ്തുവിന്റെ ശക്തി നിന്റെ അകത്തുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തിലും വളരാനുള്ള ക്ലൈമറ്റ് നിന്റെ മേലുണ്ട്. ഇന്ന് രാത്രിയിൽ ഇന്ന് പകലിൽ ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഏത് സാഹചര്യത്തിലും വ്യാപരിക്കുന്ന ഒരു ദൈവശക്തി വെളിപ്പെടാൻ പോകുക. തൊടുന്നു 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 തൊടുന്നു. ഞാനിത് പറയുമ്പോൾ ക്ലൈമറ്റുകൾ പൊളിയുക, അന്തരീക്ഷങ്ങൾ പൊളിയുക, പ്രാർത്ഥിക്കാൻ കഴിയാത്ത അന്തരീക്ഷങ്ങൾ വീട്ടിൽ നിന്ന് അഴിഞ്ഞു മാറുക. ആരാധിക്കാൻ കഴിയാത്ത മേഖലകൾ വീടിൻ്റെ അകത്തുനിന്ന് പൊട്ടിമാറുക. കുടുംബത്തിൻ്റെ അകത്തൊരു സന്തോഷമില്ലാതെ, ഒരു സ്വസ്ഥത നൽകാൻ അനുവദിക്കാതെ വണ്ണം ഞെരുക്കി കളയുന്ന ചില മുള്ളുകൾ ഇന്ന് പകൽ ആത്മാവ് അഴിക്കുക. ഒരു ദൈവശക്തി ചലിച്ചു തുടങ്ങട്ടെ. ഒരു സ്തോത്രം പറഞ്ഞേ. അപ്പം നമ്മുടെ സാഹചര്യങ്ങളെ ഒന്നും നോക്കരുത്. നമ്മുടെ അകത്തിരിക്കുന്നവൻ എല്ലാ സാഹചര്യങ്ങളെയും ജയിക്കുന്നവനാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്തിരിക്കുന്നവൻ എല്ലാ സാഹചര്യങ്ങളെയും ജയിക്കുന്നവനാണ്. സ്വന്തം ഒന്ന് പറഞ്ഞേ, വാ തുറന്നൊന്ന് പറഞ്ഞേ, എൻ്റെ അകത്തിരിക്കുന്നവൻ എല്ലാ സാഹചര്യങ്ങളെയും ജയിക്കുന്നവനാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ എഫേസ്യ പട്ടണത്തിൻ്റെ അകത്ത് സഭ ആരംഭിച്ചു. സഭ പരിശുദ്ധാത്മാവിലാണ് തുടങ്ങിയത്. ഞാൻ പറയാം, പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചതൊന്നും തകരത്തില്ല, നിന്നു പോകത്തില്ല. സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജോലിയാകട്ടെ, നിങ്ങളുടെ വിദ്യാഭ്യാസമാകട്ടെ, നിങ്ങളുടെ ബിസിനസ്സുകളാകട്ടെ, നിങ്ങൾ എന്ത് പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചാൽ അത് പൂർത്തീകരിച്ചിരിക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിലാണോ നിങ്ങളുടെ വീട് പണി ആരംഭിച്ചത്? പരിശുദ്ധാത്മാവിലാണോ നിങ്ങളുടെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസം ആരംഭിച്ചത്? പരിശുദ്ധാത്മാവിലാണോ നീ ബിസിനസ് ആരംഭിച്ചത്? ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, അത് തകരത്തില്ല. ഒരു വലിയ മഹത്വം ഇന്ന് പകൽക്കാലം ചലിക്കുകയാണല്ലോ. ഒരു വലിയ ദൈവശക്തി ദൈവാത്മാവ് പകരുകയാണല്ലോ. ഇന്ന് പകൽ വിശ്വസിക്കുന്ന ചിലർക്ക് വേണ്ടി ആത്മാവ് ശക്തിയോടെ പറയുന്നു, സാഹചര്യങ്ങളെ പൊളിക്കുന്ന ഒരു ദൈവശക്തി ദൈവാത്മാവ് പകരുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ ആരംഭിച്ചതൊന്നും നിന്നു പോകത്തില്ല. ഒന്ന് പറഞ്ഞേ, ഞാൻ പരിശുദ്ധാത്മാവിൽ ചിലത് ആരംഭിക്കാൻ പോവുക എന്ന് പറഞ്ഞേ. സ്വന്തം നിങ്ങളൊന്ന് പറഞ്ഞേ, നിങ്ങൾ വാ തുറന്ന് പറഞ്ഞേ മതിയാകൂ. നിങ്ങൾ ഈ അഫ്ഗാനിസ്ഥാൻകാരാകരുത്. സ്തോത്രം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. സ്തോത്രം. കോട്ടയംകാരോ കുമളിക്കാരോ ഇനി പത്തനംതിട്ടക്കാരാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് ചോദിക്കും. സ്തോത്രം. അതെന്നെ ഭാഷയെ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങൾ വാ തുറന്ന് നിങ്ങൾ വിശ്വാസത്തോടെ കൽപ്പിക്കണം. നിങ്ങൾ വാ തുറന്ന് വിശ്വാസത്തോടെ വിളിച്ചു പറയണം. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോട് പറയാം, നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ദൈവം ചെയ്യും. സ്തോത്രം പറഞ്ഞേ, അത് സംഭവിക്കാൻ പോകുക. സ്തോത്രം. അടുത്തിരിക്കുന്നവർക്കൊന്ന് കരം കൊടുത്ത് പറഞ്ഞേ, നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുക. സ്തോത്രം. നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുകയാണ്. നിങ്ങൾ അഭിഷേകത്തോടെ വിശ്വസിച്ചോ. നിങ്ങൾ എന്ത് സ്തോത്രം പറഞ്ഞേ, നിങ്ങൾ എന്തു പറഞ്ഞാലും അത് സംഭവിക്കും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങൾ പറഞ്ഞു തുടങ്ങ്, ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. ഹല്ലേലൂയ.
ഇന്ന് പകൽ വിശ്വാസത്തോടെ നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കേ, ദൈവം പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ, അത് പ്രവർത്തിച്ചു തുടങ്ങും. നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ, അത് വെളിപ്പെട്ടു വരും. നിങ്ങളുടെ ജോലിയെ നോക്കി നിങ്ങൾ പറഞ്ഞു തുടങ്ങിക്കേ, അത് സംഭവിച്ചു തുടങ്ങും. നിങ്ങളുടെ ബിസിനസ്സിനെ നോക്കി നിങ്ങളൊന്ന് പറഞ്ഞു തുടങ്ങിക്കേ, അത് സംഭവിച്ചു തുടങ്ങും. ഇന്ന് പകൽക്കാലം നോ എന്നൊരു വാക്ക് നിങ്ങൾ പറയരുത്. എനിക്ക് കഴിയത്തില്ലെന്നും പറയരുത്, എനിക്ക് സാധിക്കുക. പൗലോസ് പറയുന്നത് പോലെ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിന് മതിയായവൻ. ഞാൻ സകലത്തിന് മതിയായവൻ. ഇന്ന് പകൽക്കാലം നിന്റെ വിദ്യാഭ്യാസത്തിന്റെ അകത്ത്, ജോലിക്കകത്ത്, നിന്റെ ബിസിനസിന്റെ അകത്ത് ഒരു അഭിവൃദ്ധിയെ ദൈവാത്മാവ് പകരാൻ പോകുക. വിശ്വസിക്കുന്നവർ അഭിഷേകത്തോടെ അതിനെ സ്വീകരിച്ചു. ഒരു അഭിവൃദ്ധിയെ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഒരാമേൻ പറഞ്ഞാട്ടെ. പൗലോസ് സഭ ആരംഭിച്ചു. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചു. അങ്ങനെ പൗലോസ് അവിടെ അസാധാരണമായ വീര്യപ്രവർത്തികൾ ചെയ്യുകയാണ്. ഇങ്ങനെയാണ് എഫേസ്യ പട്ടണത്തിൽ എഫേസ്യ സഭ ആരംഭിച്ചത്. ഞാൻ പറയാം, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും ദൈവത്തിൻ്റെ ആത്മാവ് ചില പ്രവർത്തികളെ ആരംഭിക്കാൻ പോകുക. നിന്നുപോയ ചില പ്രവർത്തികളെ ദൈവം വീണ്ടും ആരംഭിക്കാൻ പോകുക. നിങ്ങളുടെ വീടിൻ്റെ അകത്താകട്ടെ, നിങ്ങളുടെ ദേശത്തിൻ്റെ അകത്താകട്ടെ, പരിശുദ്ധാത്മാവ് ചിലത് ആരംഭിക്കാൻ പോകുക. ഇന്ന് പകലിൽ ഞാൻ അഭിഷേകത്തോടെ കൈമാറുന്നു. നിർത്തിയ ചിലത് ആരംഭിക്കാൻ പോകുക. നിർത്തിയ ചിലത് ആരംഭിക്കാൻ പോകുക. 2024 നിന്നുപോയ ചിലതിനെ വീണ്ടും ദൈവാത്മാവ് ആരംഭിക്കാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. കർത്താവ് അത് ചെയ്യാൻ പോകുക. സ്തോത്രം. വിശ്വസിച്ച് അമ്മ പറഞ്ഞു. അപ്പം പൗലോസ് സഭ ആരംഭിച്ചു. സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികൾ ആരംഭിച്ചു. സഭ ശക്തമായി വർദ്ധിച്ചു വരികയാണ്. എഫേസ്യ പട്ടണത്തിൻ്റെ അകത്ത് ഒരു ജാതീയ സഭയായിരിക്കുന്ന ഈ എഫേസ്യ സഭ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കുന്നു. അങ്ങനെ അനേക യഹൂദന്മാർ അതുപോലെ തന്നെ ജാതികളായിരിക്കുന്ന ആളുകൾ അവിടെ കടന്നു വരികയാണ്. ഈ ജനത്തെ ദൈവവചനത്തിൽ ഉറപ്പിക്കേണ്ടതിനാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്. സ്തോത്രം. 1-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ എഫേസ്യ ലേഖനത്തിൻ്റെ അകത്ത് ഏകദേശം 21ഓളം അനുഗ്രഹങ്ങളെ കാണുവാൻ സാധിക്കും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ ക്രിസ്തുയേശുവിൽ നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും ദൈവവും പിതാവുമായി വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ പറയുക, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും ഭൂമിയിലെ സകല ഭൗതിക നന്മകളാലും സ്വർഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സ്വതം ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നെന്ന് പറയാൻ എനിക്ക് കഴിയത്തില്ല. കാര്യം നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുക. സ്വത്ത് എപ്പോഴാണ് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടതെന്ന് അറിയാവോ? നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ടപ്പോൾ, യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ചപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു. എന്താണ് ആ അനുഗ്രഹം? അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തേശു മുഖാന്തരം നിങ്ങൾക്ക് പൂർണ്ണമായി ലഭിക്കേണ്ടതിന് യേശു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഇത് നിങ്ങൾ വിശ്വസിച്ചു കഴിയുമ്പോൾ നിങ്ങൾ അനുഗ്രഹ പാത്രമായി മാറിയിരിക്കുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ വെളിപ്പാട് അകത്ത് കത്തിയവർ പറയണം, ഞാൻ ശാപമല്ല, ഞാൻ അനുഗ്രഹമാണ്. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽക്കാലം ചില കുഞ്ഞുങ്ങളൊക്കെ ചില വീടിന് അനുഗ്രഹമായി മാറാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. നിന്റെ അപ്പനും അമ്മയും ഒന്നിച്ചു നിന്നോട് പറഞ്ഞു കാണും, നീ ഒരു ശാപമാണ്, നീയൊക്കെ നിന്റെ ജന്മം തന്നെ ഒരു വല്ലാത്ത ജന്മമാണെന്ന് പറഞ്ഞ് നിന്നെ കുറ്റം പറഞ്ഞു കാണാം. പക്ഷെ ഇന്ന് പകൽക്കാലം ആത്മാവ് പറയുന്ന ഒരു ദൂതുണ്ട്, നീ ശപിക്കപ്പെട്ടവളല്ല, നീ അനുഗ്രഹിക്കപ്പെട്ടവളാ. സ്തോത്രം പറഞ്ഞേ. കഴിഞ്ഞിടയ്ക്ക് എറണാകുളത്തു നിന്നൊരു സഹോദരി വന്ന്, ആ സഹോദരിക്ക് 36 വയസ്സുണ്ട്. 36 വയസ്സുള്ള ആ സഹോദരിയെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു 60-80 വയസ്സ് പ്രായം തോന്നും. 36 വയസ്സേ ഉള്ളൂ. കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ മെലിഞ്ഞുണങ്ങി അസ്ഥി പോലെയായിട്ട് വല്ലാത്തൊരു ഷേപ്പാ. സ്തോത്രം. എനിക്ക് 36 വയസ്സ് ആകുന്നത്. സ്തോത്രം. എനിക്ക് 36 വയസ്സുണ്ട്. എന്നെ പുള്ളിക്കാരത്തെയും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ അമ്മയാണെന്ന് പറയും. സ്തോത്രം. അതുപോലെ ഇരിക്കുന്ന. സ്തോത്രം. ഞാൻ ചോദിച്ചു കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, 16-ാം വയസ്സിൽ തൊട്ടുള്ള പീഡനങ്ങൾ. സ്വന്തം ചെറുപ്പത്തിൽ അപ്പനും അമ്മയും ഉപേക്ഷിച്ചു. അന്ന് തൊട്ട് മറ്റു വീടുകളിൽ ജോലിക്ക് പോയി അങ്ങനെയാണ് വളരുന്നത്. സ്തോത്രം. അങ്ങനെ വളർന്നു വരുന്നു. വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ഒരു ശാപമുള്ള ജന്മമാണെന്ന് പറഞ്ഞു തള്ളി. സ്തോത്രം. ഇതും ചുമന്നുകൊണ്ട് നടക്കാൻ തുടങ്ങി. സ്തോത്രം. ഞാൻ പറയട്ടെ, ജീവിതത്തിൻ്റെ ഏകദേശം സാഹചര്യമൊക്കെ വെച്ച് നോക്കിയാൽ അതുപോലെ തന്നെയാ. എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഒന്നുമില്ല. സ്തോത്രം. സമാധാനമില്ല, സന്തോഷം
സന്തോഷമില്ല. ആമേൻ. വലിയ പ്രയാസത്തിലൂടെ രോഗങ്ങൾ, ആമേൻ, പ്രയാസങ്ങളൊക്കെ. സ്വത്ത് ഞാൻ പറയാം നിങ്ങളുടെ ജന്മം ആമേൻ ശപിക്കപ്പെട്ട ജന്മമല്ല, അനുഗ്രഹിക്കപ്പെട്ട ജന്മമാണ്. സ്വത്ത് നിങ്ങളോട് തന്നെ പറയണം, ഞാൻ ശാപത്തിലല്ല, ഞാൻ ക്രിസ്തു മുഖാന്തരം അനുഗ്രഹത്തിലാണ്. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ ശാപത്തിന്റെ വേലികളെ പൊളിച്ചു മാറ്റുന്ന ഒരു അനുഗ്രഹത്തിന്റെ അനുഭവത്തെ ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. എന്റെ ജന്മം പാഴല്ല, എന്റെ ജന്മം ശൂന്യമല്ല, എന്റെ ജന്മം കഥയില്ലാത്തതല്ല, എന്റെ ജീവിതം ഒരു അനുഗ്രഹമാണ്. സ്തോത്രം. നിങ്ങൾ വാ തുറന്നൊന്നും പറയണം, എൻ്റെ ജന്മം, എൻ്റെ ജീവിതം അനുഗ്രഹമാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഈ ഇയ്യോബ് തൻ്റെ ജന്മദിവസത്തെക്കുറിച്ച് ശപിച്ചു പറഞ്ഞു എന്നാ വചനം പറയുന്നത് അല്ലേ. ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകരുത്. സ്തോത്രം പറഞ്ഞേ. അവൻ എന്ന് പറഞ്ഞ് തന്നെക്കുറിച്ച് തന്നെ ശാപവാക്ക് അറിയാം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചില വീട്ടിലൊക്കെ പെന്തക്കോസ്തുകാരുടെ വീട്ടിലാണ് ഏറ്റവും കൂടുതലൊക്കെ കേൾക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ വീടിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കാര്യം, നശിച്ച വീട്, അവൻ നശിച്ച കുടുംബം, നശിച്ച ഭാര്യ, നശിച്ച മക്കൾ. സ്തോത്രം. ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും സന്തോഷത്തോടെ പറയത്തില്ല. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ ഈ വാക്കുകൾ നിങ്ങൾ നിർത്തണം. കാര്യം ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ വീട് ചിലപ്പോൾ ഓലപ്പരയായിരിക്കാം, അവൻ മോഡേൺ പ്രൂഫിന്റെ ഷീറ്റിട്ട് കിടക്കുകയായിരിക്കാം, ചിലപ്പോൾ നീലപ്പടുത് കൊണ്ട് മറച്ചു വെച്ചതായിരിക്കാം. പക്ഷെ നീ അതിനെ നോക്കി പറഞ്ഞ് ദൈവം തന്നെ അനുഗ്രഹമാണ്, ദൈവം തന്നെ അനുഗ്രഹമാണ്, ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ തലമുറ ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ കുടുംബം ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ വിദ്യാഭ്യാസം ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ ജോലി ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ ആരോഗ്യം ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ പാർപ്പിടം ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ വാഹനം ദൈവം തന്നെ അനുഗ്രഹമാണ്, എൻ്റെ എല്ലാം ദൈവം തന്നെ അനുഗ്രഹമാണ്. നീ ഒന്ന് പറഞ്ഞ ദൈവത്തിന് നന്ദി പറയുമ്പോൾ അത് നിനക്ക് അനുഗ്രഹമായി മാറും. സ്തോത്രം. സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകലിൽ ഞാൻ അഭിഷേകത്തോടെ നിങ്ങൾക്ക് കൈമാറുന്ന ഒരു ദൂതുണ്ട്. സ്തോത്രം. നിങ്ങളുടെ വീടിനെ നോക്കിയിട്ട് നിങ്ങൾ പറയണം അതൊരു അനുഗ്രഹമാണ്. സ്തോത്രം പറഞ്ഞേ. നിങ്ങളിങ്ങനെ പറയണം, മറ്റൊരു വീട്ടിലും പോയി ഞാൻ ജനിക്കാതെ ഈ വീട്ടിൽ തന്നെ ജനിച്ചതിനായി ഞാൻ ദൈവത്തിന് നന്ദി. സ്തോത്ര. ഹല്ലേലൂയ. നിങ്ങൾ ഈ വീട്ടിൽ തന്നെ പറക്കേണ്ടവരാണ്, മറ്റൊരു വീട്ടിലും പറക്കേണ്ടവരല്ല. സ്തോത്ര. നിങ്ങൾ ഈ ദേശത്ത് തന്നെ ജനിക്കേണ്ടവരാ, ഈ പട്ടണത്തിൽ തന്നെ ജനിക്കേണ്ടവരാ, ഈ രാജ്യത്ത് തന്നെ ജനിക്കേണ്ടവർ. കാര്യം എന്നാ? ഇവിടെ ജനിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് യേശുവിനെ അറിയാൻ കഴിഞ്ഞത്, ഇവിടെ ജനിച്ചത് കൊണ്ടാണ് ക്രിസ്തുവിനെ നിങ്ങൾക്ക് കിട്ടാൻ കഴിഞ്ഞത്. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേക ത്തോടെ പറയാ, യേശു നിങ്ങളെ അനുഗ്രഹമാക്കി മാറ്റും. സ്തോത്രം. ഹല്ലേലൂയ. ഒന്നാം അധ്യായത്തിൻ്റെ അകത്ത് ക്രിസ്തുയേശുവിൻ്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്. സ്തോത്രം. ഏകദേശം 21ഓളം ബ്ലെസ്സിങ്ങുകളാണ് ഒന്നാം അധ്യായം എഫേസ്യ ലേഖനം പഠിക്കുമ്പോൾ കാണുന്നത്. സ്തോത്രം. രണ്ടാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നിങ്ങൾ മുമ്പ് ഈ ലോകത്തിൻ്റെ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതി ായവനെ അനുസരിച്ചു നടന്നു. ആണോ? അവിടെ പറയുകയാണ്, ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവ്, അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധീനരായിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ നടക്കാൻ തയ്യാറായി. ഒരു കാലം പിശാചിന്റെ കയ്യിലാണെങ്കിൽ ഞാൻ പറയാം, മറ്റൊരു കാലമുണ്ട് ദൈവത്തിന്റെ കയ്യിൽ സുരക്ഷിതമുള്ള കാലം. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നു? നീ രക്ഷിക്കപ്പെട്ട്, നീ സ്നാനപ്പെട്ട്, നീ കർത്താവിനെ ആരാധിക്കുന്നെങ്കിൽ നീ പിശാചിന്റെ കയ്യിലല്ല, നീ ദൈവത്തിന്റെ കയ്യിലാ, നീ ദൈവത്തിന്റെ ഉള്ളം കയ്യിലാ. ഇന്ന് പകൽ ആത്മാവ് ശക്തിയോടെ ചിലരൊക്കെ പറയുന്നു, നീ മറ്റൊരുത്തന്റെ കയ്യിലല്ല, ദൈവത്തിന്റെ കരത്തിലാണ്. അതുകൊണ്ട് നീ ഒരു അനുഗ്രഹമായിരിക്കും. പറഞ്ഞേ. ഹല്ലേലൂയ. കഴിഞ്ഞൊരു കാലഘട്ടം പറയാൻ നിങ്ങൾക്കുണ്ട്. പൗലോസ് പറയുക, എഫേസ്യ സഭയെ നോക്കിയിട്ട് പറയുക, ഇന്നലകളിൽ നിങ്ങൾക്കൊരു കാലഘട്ടം ഉണ്ടായിരുന്നു, പാസ്റ്റ് ഉണ്ടായിരുന്നു. ആ പാസ്റ്റ് എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങൾ. കണ്ടോ? അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആരാണ്? മരിച്ചവരല്ല, ഉയർത്തെഴുന്നേറ്റവരാ. സ്തോത്രം. നിങ്ങളൊന്ന് പറഞ്ഞേ, ഞാൻ ഉയർത്തെഴുന്നേറ്റവനാ. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് നിങ്ങൾ എന്തിനാ മരണത്തെ പേടിക്കുന്നത്? അല്ലേ? നിങ്ങൾ ഓൾറെഡി മരണത്തെ ജയിച്ചു. സ്തോത്രം പറഞ്ഞേ.
നിങ്ങൾ യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിച്ച് രക്ഷാവാചകം ഏറ്റുപറഞ്ഞു. നിങ്ങൾ ജലത്തിൽ ജലസ്നാനം ഏറ്റുകഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഉയർത്തെഴുന്നേറ്റിരിക്കുകയാണ്. പാപസംബന്ധമായ അതിക്രമ സംബന്ധമായ ഒരു മരണത്തിന് നിന്നെ തൊടാൻ കഴിയത്തില്ല. കാര്യം മരണത്തിൽ നിന്നും നീ ഉയർത്തെഴുന്നേറ്റു. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, ഒരു ഉയർപ്പിന്റെ ശക്തി നിന്റെ മേലുണ്ട്. ഇന്ന് പകൽക്കാലം നീ തകർന്നവരല്ല, മരണം കാത്തു കിടക്കുന്നവരല്ല, നിന്റെ മേൽ ഒരു ഉയർപ്പിന്റെ ശക്തി. ഓ, ദൈവശക്തി ചലിക്കുന്നല്ലോ, അഭിഷേകം ചലിക്കുന്നല്ലോ, വലിയ വിടുതലുകൾ ചലിക്കുന്നല്ലോ. വിശ്വസിക്കുന്നവർ അഭിഷേകത്തോടെ ഒന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ച് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച്, അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് പകൽക്കാലം നീ മരിച്ചവനല്ല, അവൻ നീ മരിച്ചവനല്ല, മരിച്ചവനല്ല, നീ ഉയർത്തെഴുന്നേറ്റവനാ. ഓ ശാദാല റഗസി റീബാ ശന്ദന റഗസി അന്ദന ലഗസിയ. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. ഒന്ന് പറഞ്ഞേ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുക. സ്തോത്രം പറഞ്ഞേ. ആ ഉറപ്പ് എത്ര പേർക്ക് അകത്തുണ്ട്? അടുത്തിരിക്കുന്നവർക്ക് കരം കൊടുത്ത് പറഞ്ഞേ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം, ഞാൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. ഹല്ലേലൂയ. അമ്മ, ഞാൻ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം. കഴിഞ്ഞ കാലത്ത് ഞാൻ മരിച്ചവനായിരുന്നു അല്ലേ? പക്ഷേ ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം, യേശുവിനെ കൈക്കൊണ്ടതിന് ശേഷം ഞാൻ മരിച്ചവനല്ല, ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു കഴിഞ്ഞ കാലഘട്ടത്തിൽ. എന്നാൽ യേശു ക്രിസ്തു നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അടുത്ത വാക്ക് അങ്ങനെയാണ് പറയുന്നത്. അവൻ കണ്ടോ, അവൻ പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. കണ്ടോ, എന്തിനു വേണ്ടിയാണ് അവൻ ഉയർപ്പിച്ചത്? അവയിൽ മുമ്പേ നിങ്ങൾ ഈ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിലും ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു നടന്നു. കണ്ടോ, അവിടെ പറയുക, ഈ കാലഗതിക്കും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെ അനുസരിച്ചു നടന്നു. എന്നാൽ നിങ്ങളുടെ അഡ്രസ്സ് മാറി. സ്തോത്രം പറഞ്ഞേ. നിങ്ങളുടെ അഡ്രസ്സ് വടവാത് PO മാറി, പാമ്പാടി PO ആയി. സ്തോത്രം പറഞ്ഞേ. അല്ലെങ്കിൽ 8 മൈൽ PO ആയി. സ്തോത്രം എന്ന് പറഞ്ഞാൽ പണ്ട് നിങ്ങളുടെ അഡ്രസ്സിലുള്ള ലെറ്റർ വരുന്നത് കെയർ ഓഫ് ഇന്നയാളുടെ അഡ്രസ്സിലായിരുന്നു വരുന്നത്. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു അഡ്രസ്സുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്ന അധിപതിയായവനെ അനുസരിച്ച് നടന്ന ഒരു കാലഘട്ടം വന്നു. എന്നാൽ ആ കാലഘട്ടത്തിന് യേശു നിങ്ങളെ ഉയർപ്പിച്ചു. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ആ ഉയർപ്പിന്റെ ശക്തിയാണ് നിങ്ങളുടെ അകത്തിരിക്കുന്നത്. അതുകൊണ്ട് മരണത്തെ നിനക്ക് പേടിക്കേണ്ടതില്ല, പിശാചിനെ പേടിക്കേണ്ടതില്ല. ഈ ലോകത്തിന്റെ കാലഗതിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അതിക്രമങ്ങളെ പേടിക്കേണ്ട കാര്യമില്ല, മരണത്തെ പേടിക്കേണ്ട കാര്യമില്ല. കാര്യം നീ ഉയർത്തെഴുന്നേറ്റവനാ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഉയർപ്പിന്റെ ശക്തിയാണ് നിങ്ങളിൽ വ്യാപരിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അഡ്രസ്സ് മാറി. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. അത് അവിടെ ഇങ്ങനെ പറയുന്നത്, അതിൻ്റെ 3-ാം വാക്യത്തിൽ, അവയുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിൻ്റെ മനോവികാരങ്ങൾക്കും ഇഷ്ടമായതും ചെയ്തു മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. കണ്ടോ, ഈ കോപത്തിൻ്റെ മക്കളായിരുന്നു നമ്മൾ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുയേശുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്തുയേശുവിനോട് കൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം പറഞ്ഞേ. അപ്പോൾ യേശു കാൽവരി ക്രൂശിൽ തകരുമ്പോൾ നിങ്ങൾ കൂടെ തകർന്നായിരുന്നു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ 3-ാം ദിവസം കല്ലറകൾ പൊട്ടിച്ചു പുറത്തു വന്നപ്പോൾ നിങ്ങളും ഉയർത്തെഴുന്നേറ്റു. സ്തോത്രം പറഞ്ഞേ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം മരണത്തിൻ്റെ ഒരു വ്യാപാരത്തിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഒരു രോഗത്തിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല, ഒരു ശാപത്തിനും നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. കാര്യം കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച
സ്നേഹം നിമിത്തം അവൻ നാം മരിച്ചവനായിരുന്നു, എന്നാൽ അവൻ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾ ഡെയിലി ഈ വാക്ക് കൺഫസ് ചെയ്ത് കഴിഞ്ഞാൽ, ദിവസവും നിങ്ങൾ ഈ ഉയർപ്പിൻ്റെ ശക്തിയെ ഡിക്ലറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ആരോഗ്യം മടങ്ങി വന്നിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ വെളിപ്പാടിൻ്റെ അകത്ത് കയറുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ ക്രിസ്തു വിശ്വാസിയാകുന്നത്. ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. വെളിപ്പാടാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളെ വരുത്തുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യന് ഒരു വെളിപ്പാട് കിട്ടി. ആ വെളിപ്പാടാണ് ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത്. സ്തോത്രം. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് സഭയ്ക്ക് കൈമാറുകയാണ്, എനിക്കൊരു വെളിപ്പാട് കിട്ടി, ആ വെളിപ്പാട് ഞാൻ പറയാം. അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശു ബദ്ധനായിരിക്കുന്നു. കണ്ടോ, ജാതികളായിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശു താൻ ബന്ധിക്കപ്പെട്ടിരിക്കുകയാണ്, ബദ്ധനായിരിക്കുകയാണ്. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ചും ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ. കണ്ടോ, പൗലോസ് പറയുക, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപ. സ്വന്തം പറഞ്ഞേ. പൗലോസ് പറയുക, നിങ്ങളുടെ നടുവിൽ, ജാതികളായ നിങ്ങളുടെ നടുവിൽ സുവിശേഷം ഘോഷിക്കാൻ വേണ്ടി ദൈവം എനിക്ക് കൃപ നൽകി. അപ്പം നിങ്ങൾക്ക് ലഭിച്ച കൃപ നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാ. സ്വന്തം പറഞ്ഞേ. അഖിൽ പാസ്റ്ററിന് ഈ കൃപയും കൃപാവനം കിട്ടിയത് അഖിൽ പാസ്റ്ററിന് പണം ഉണ്ടാക്കാൻ വേണ്ടിയല്ല, സഭയ്ക്ക് ആത്മീയ വർധന വരാനാ, ഈ ദേശത്തിന് ആത്മീയ വർധന വരാനാ. നിങ്ങൾക്ക് കിട്ടുന്ന കൃപ നിങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടിയാ. ഇന്ന് പകൽക്കാലം പൗലോസ് പറഞ്ഞ വെളിപ്പാടിൽ നിന്നുകൊണ്ട് ഞാൻ അഭിഷേകത്തോട് പറയാ, നിങ്ങൾക്ക് ദൈവകൃപ കിട്ടിയത് നിങ്ങൾക്ക് വേണ്ടിയല്ല, ആയിരക്കണക്കിന് ആത്മാക്കളെ വിടുവിക്കാൻ വേണ്ടിയാ, ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദൈവത്തിൽ നേടാനാ. ഇന്ന് പകൽ ആ കൃപയെ നിങ്ങൾ പ്രാപിക്കുക. സ്തോത്രം. രാമൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ദൈവകൃപ ലഭിച്ചു. എന്തിനു വേണ്ടിയാണ്? നിങ്ങൾക്ക് വേണ്ടിയാണോ? അല്ല. സ്തോത്രം പറഞ്ഞേ. നിങ്ങൾക്ക് തലക്കനവും നിങ്ങൾക്കൊരു അഹങ്കാരവും പറയാതിരിക്കാൻ വേണ്ടിയാണ്. അത് കൃപ വിശ്വാസം മൂലമാണ് ലഭിച്ചത്. സ്തോത്രം. അതിൻ്റെ താഴത്തെ വാക്യം അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. കണ്ടോ, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. കണ്ടോ, നമ്മെ ക്രിസ്തുയേശുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് യേശു അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അതിനും നിങ്ങൾ കാരണമല്ല. കണ്ടോ, നിങ്ങൾ കാരണമല്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൃപ കൊണ്ടോ എൻ്റെ പ്രാർത്ഥന കൊണ്ടോ ഒന്നുമല്ല എനിക്ക് കൃപ കിട്ടിയത്. ഹല്ലേലൂയ. അവിടെ പറയുന്നത് കണ്ടോ, അത് ദൈവത്തിൻ്റെ ദാനമത്രേ. സ്തോത്രം പറഞ്ഞേ. ഈ കൃപയാണ് ദൈവത്തിൻ്റെ ദാനമെന്ന് പറയുന്നത്. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, നിങ്ങൾ വിശ്വാസത്തോടെ ഇതിൻ്റെ അകത്തിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ കഴിവ് കൊണ്ടോ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ അല്ല, നിങ്ങളുടെ മിടുക്കുകൊണ്ടല്ല, അത് ദൈവത്തിൻ്റെ കൃപയാണ്. സ്തോത്രം പറഞ്ഞേ. ഈ 2024 ആരോഗ്യത്തോടെ ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. എത്ര രോഗങ്ങൾ വന്നു, എത്രയെത്ര മഹാമാരികൾ വന്നു, എത്രയെത്ര പ്രതിസന്ധികൾ വന്നു, എത്രയെത്ര പ്രയാസങ്ങൾ വന്നു, എത്രയെത്ര കണ്ണീരിൻ്റെ അനുഭവങ്ങൾ വന്നു. ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്ന അനുഭവങ്ങൾ ഉണ്ടായി. എന്നിട്ടും ആരോഗ്യത്തോടെ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്, അത് ദൈവത്തിൻ്റെ കൃപയാ. ഇന്ന് പകൽക്കാലം പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല. ഇത് ദൈവത്തിൻ്റെ ദാനമാ. ഈ ജീവിതം ദൈവത്തിൻ്റെ ദാനമാ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ഗിഫ്റ്റാണ് നമ്മുടെ ജീവിതം തന്നെ. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയാം, ഇന്ന് പകൽക്കാലം ഞാൻ ഓടുന്നുണ്ടെങ്കിൽ, ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപയാണ്. കാര്യം എന്താണെന്നറിയോ, ഒരുപാട് വർഷങ്ങൾ കർത്താവിനെ അറിയാതെ ജീവിച്ചു. സ്തോത്രം. എൻ്റെ 26-ാമത്തെ വയസ്സിലാണ് ഞാൻ യേശുവിനെ കൈക്കൊള്ളുന്നത്, വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നത്. പണ്ട് ഞങ്ങൾ സൺഡേ സ്കൂളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ, വാക്യ മത്സരങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തെക്കുറിച്ചൊരു പരിജ്ഞാനം നമുക്കില്ലായിരുന്നു. എന്നാൽ ഈ 26-ാമത്തെ വയസ്സിൽ കർത്താവ്
കർത്താവിനെ സ്വന്തം കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ വേണ്ടി ദൈവം കൃപ നൽകി. അന്ന് മുതൽ ഇന്ന് വരെ അവൻ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ ദാനത്തെ ഓർത്ത് സന്തോഷിക്കുക. കാര്യം അവൻ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ടല്ലേ ഇന്നും ആരോഗ്യത്തോടെ നാം ഇരിക്കുന്നത്. ആമേൻ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയാം, പുകഴാനോ പ്രശംസിപ്പാനോ ഒന്നുമില്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ദാനങ്ങളെ ആസ്വദിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവം നൽകിയതിനോർത്ത് സ്തോത്രം ചെയ്യുന്നവർക്കായി നന്ദി പറയുന്നു. ഹല്ലേലൂയ. അപ്പം നിങ്ങളായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയിലാണ്. അവൻ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ ദാനമാണ്. സ്തോത്രം. ഹല്ലേലൂയ. കണ്ടോ, അവിടെയും പറയുന്നു ദാനപത്രേ, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവർത്തികളും കാരണമല്ല. സ്തോത്രം. കണ്ടോ, അവൻ പ്രവർത്തികളും കാരണമല്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന കൃപ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവത്തിന് കരുണ തോന്നിയത് കൊണ്ടാണ് നമ്മുടെ മേൽ കൃപ പകർന്നിരിക്കുന്നത്. സ്തോത്രം. അപ്പം പൗലോസ് പറയുകയാണ്, അത് നിമിത്തം പൗലോസ് എന്ന ഞാൻ ജാതികളായ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തുയേശുവിൻ്റെ ബദ്ധനായിരിക്കുന്നു. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ചും ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു. കണ്ടോ, വെളിപ്പാടിനായി തനിക്കൊരു അറിവ് അല്ലെങ്കിൽ വെളിപ്പാടിനായി ഒരു മർമ്മം തനിക്ക് അറിവായി വന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, വെളിപ്പാടുള്ളവൻ നശിക്കത്തില്ല, വെളിപ്പാടുള്ളവൻ തകരത്തില്ല, വെളിപ്പാടുള്ളവൻ്റെ കുടുംബം ഛിന്ന ഭിന്നമായി പോകത്തില്ല. വെളിപ്പാടിൽ നീ നിൽക്കാൻ തയ്യാറായാൽ, നീ വെളിപ്പാടിൻ്റെ അകത്ത് ശോഭിക്കാൻ തയ്യാറായാൽ, വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നീ തയ്യാറായാൽ, ആ വെളിപ്പാടിനെ നീ ജ്വലിപ്പിക്കാൻ തയ്യാറായാൽ, ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, നിന്റെ ജീവിതം മാറും, നിന്റെ സാഹചര്യം മാറും. ഇന്ന് പകൽക്കാലം പൗലോസ് പറയുന്നത് പോലെ ഒരു വെളിപ്പാടിന്റെ ആത്മമണ്ഡലം ഈ സഭയ്ക്കകത്ത് തുറക്കുകയോ. സ്തോത്രം. ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ചിലപ്പോൾ വിദ്യാഭ്യാസം കാണത്തില്ലായിരിക്കാം, കഴിവ് കാണത്തില്ലായിരിക്കാം, പ്രാപ്തി കാണത്തില്ലായിരിക്കാം, പക്ഷെ വെളിപ്പാടിൽ ആരും നിങ്ങളെ തോൽപ്പിക്കാൻ അനുവദിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഒരു അസാധാരണമായ വെളിപ്പാടുകളെ ദൈവാത്മാവ് കൈമാറും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്നലെ കർത്താവിൻ്റെ ദാസി ഞങ്ങളൊരു ചർച്ചിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസൻ്റെ വൈഫാണ്. അവർ വർഷങ്ങളായി ശുശ്രൂഷ നിൽക്കുക, 20-30 വർഷങ്ങൾ ശുശ്രൂഷ നിൽക്കുക. ഇന്നലെ കർത്താവിൻ്റെ ദാസി ഒരു വചനം പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പ്രസംഗം കഴിഞ്ഞ് ആൻറ്റി വന്നിട്ട് പറഞ്ഞു, സ്തോത്രം, ഒരുപാട് പ്രാവശ്യം ഈ അധ്യായം വായിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സങ്കീർത്തനം വായിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. സ്തോത്രം. വെളിപ്പാടാ. സ്തോത്രം. ആർക്കും മനസ്സിലാകാത്തതൊന്നും നിനക്ക് മനസ്സിലാക്കി കിട്ടുന്നുണ്ടെങ്കിൽ അത് വെളിപ്പാടാ. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, വെളിപ്പാടിൽ സഭ ചലിക്കട്ടെ, വെളിപ്പാടിൽ കുടുംബങ്ങൾ ചലിക്കട്ടെ, വെളിപ്പാടിൽ തലമുറകൾ ചലിക്കട്ടെ. ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാ, നീ ഏത് രാജ്യത്ത് പോയാലും നന്മ അനുഭവിക്കണമെങ്കിൽ ദൈവിക വെളിപ്പാടിൽ നിൽക്ക്. സ്തോത്രം. രാമൻ പറഞ്ഞേ, ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാപിച്ച വെളിപ്പാടിനെ നിങ്ങൾ തിരിച്ചറിയണം. സ്തോത്രം പറഞ്ഞേ. ആ വെളിപ്പാടിനെ തിരിച്ചറിയും. പൗലോസ് പറയാ, മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിവായി വന്നു. കണ്ടോ, എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ ഇത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധ്യം നിങ്ങൾക്ക് ഗ്രഹിക്കാം. അപ്പോൾ എഫേസ്യ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ ക്രിസ്തുവിൽ പൗലോസിനുള്ള വെളിപ്പാടിനെ സംബന്ധിച്ച്, മർമ്മത്തെ സംബന്ധിച്ചിടത്തുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവാൻ തക്കവണ്ണം ഇടയായിത്തീരും. വെളിപ്പാട് എങ്ങനെയാണെന്ന് പറയട്ടെ. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. സ്തോത്രം. കണ്ടോ, പൂർവകാലങ്ങളിൽ മറച്ചു വെച്ചതായിരുന്നു എന്ന് പറഞ്ഞാൽ സീൽ ചെയ്തതായിരുന്നു. എന്നാൽ ഇപ്പോൾ ദൈവത്തിൻ്റെ പ്രവാചകന്മാർക്കും അപ്പസ്തോലന്മാർക്കും ഇത് വെളിപ്പാടിനാൽ പ്രകാശിപ്പിക്കപ്പെടുകയാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാം, വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദൈവസഭയെ 8 മൈൽ ദേശത്ത് ഇവിടെ സ്ഥാപിക്കുമെന്ന് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. എന്നാൽ 2019 കഴിഞ്ഞപ്പോൾ 2020 ആണെന്നും 2021 നവംബർ മാസം 7-ാം തീയതി ആയപ്പോൾ പരിശുദ്ധാത്മാവിൽ എനിക്കൊരു വെളിപ്പാടുണ്ടായി, ഇവിടെ ഒരു ചർച്ച ആരംഭിക്കണം. സ്തോത്രം.
ഹല്ലേലൂയ. പൂർവ്വകാലങ്ങളിൽ മറഞ്ഞിരുന്നത് ദൈവം വെളിപ്പെടുത്തി തന്നു. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോട് പറയാം, മറഞ്ഞിരിക്കുന്നതൊന്നും വെളിപ്പെടാതിരിക്കത്തില്ല. നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയ്ക്കകത്ത്, നിന്റെ ദേശത്തിന്റെ അകത്ത്, നിന്റെ കുടുംബത്തോട് ബന്ധപ്പെട്ട് വ്യാപരിച്ചു നിൽക്കുന്ന മറച്ചിട്ട് കെട്ടിയ കെട്ടുകള് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് വെളിപ്പെടുത്താൻ പോകുക. രോഗങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട്, ഭയങ്ങൾ കൊണ്ട്, നിരാശകൾ കൊണ്ട് നിന്നെ കെട്ടി ഒതുക്കിയിട്ടിരിക്കുന്ന ചില മേഖലകള് ഇന്ന് പകൽക്കാലം ആത്മാവ് വെളിപ്പെടുത്തി തരാൻ പോകുക. നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി, നിന്റെ ദേശത്ത് നിന്നെ നിർത്തത്തില്ലെന്ന് പറഞ്ഞ് വാദിക്കുന്ന ചില പോരുകള് ഇന്ന് പകൽ ആത്മാവ് അഴിക്കുകയാണല്ലോ. ഒരു ദൈവശക്തി ചലിക്കുകയാണല്ലോ. അഭിഷേകത്തോടെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഒരു ദൈവമഹത്വം വെളിപ്പെടുകയാണ്. അഭിഷേകത്തോടെ ഒന്ന് കാലം തട്ടി ദൈവത്തിന്റെ ഒന്ന് നന്ദി പറഞ്ഞ് ഇന്ന് പകൽക്കാലം മറച്ചിട്ട് കെട്ടിയ ചില കെട്ടുകളെ ദൈവാത്മാവ് അഴിക്കുക. എത്ര പ്രാർത്ഥിച്ചാലോ, എത്ര ആരാധിച്ചാലോ, എത്ര സ്തോത്രം